ഹലോ, ഞാൻ ലിപ്ലി. അപ്പൊ ഞാനിന്ന് നമ്മുടെ പണ്ടത്തെ ഒരു പടം, അതായത് ചോട്ടാ മുംബൈ 2007 ആ സമയത്ത് ഇറങ്ങിയ പടം തോന്നുന്നു. ചോട്ടാ മുംബൈ ഇന്നിപ്പോ റീ റിലീസ് ചെയ്തല്ലോ. അപ്പൊ അത് എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ച പടം തന്നെയാണ് ചോട്ടാ മുംബൈ. അതേപോലെ തന്നെ ഫസ്റ്റ് ഷോ തന്നെ കാണുകയും ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ ആ പടം എത്ര തവണ കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണ് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ തന്നെ ഒരു 100 തവണ കൂടുതൽ പടം കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എണ്ണ അറിയില്ല, 100 കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും. പക്ഷെ അങ്ങനെ കണ്ടിട്ടും ഇന്നിപ്പോ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടുവന്നൊരു വീണ്ടും. പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ലാഗോ ഒരു ബോറടിയോ എനിക്ക് ആ പടം നിന്ന് കിട്ടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്യൂർ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ഫുള്ളി എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനത്തെ പടങ്ങളാണ് ഇപ്പൊ വേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ മോഹൻലാലിനെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. കാരണം പഴയ മോഹൻലാല്, അതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയല്ല, കാരണം പറഞ്ഞത് ഫാൻ പേജാണെന്ന് നിങ്ങൾ പറയും. അതില് പിന്നെ നമുക്ക് വിഷയമൊന്നുമില്ല. പിന്നെ പടത്തിൽ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സിനും അതില് കയ്യടി കിട്ടിയിട്ടുണ്ട്. കാരണം തിയേറ്ററിൽ ആ കയ്യടി കിട്ടിയിട്ടുണ്ട് ഓരോ ക്യാരക്ടർ. ഇപ്പൊ മുള്ളൻ ചന്ദ്രപ്പനായാലും, അതായത് സിദ്ദിഖ് കഥാപാത്രം, പിന്നെ അതേപോലെ ജഗതി കഥാപാത്രം, പടക്കം ബഷീർ, പിന്നെ പിന്നെ എന്താ പറയാ, പിന്നെ മണിയമ്പിള്ള രാജു, അതേപോലെ തന്നെ ഇന്ദ്രജിത്ത്, പിന്നെ ബിജു കുട്ടൻ, ഭാവന, പിന്നെ പ്രത്യേകത പറയുന്നത് രാജൻ പി ദേവ്, കലാഭവമണിയുടെ വില്ല റോളൊക്കെ എന്ത് കിടിലെന്ന് പറയുന്നത്. അത് ഇറങ്ങിയ സമയത്ത് അത്ര ഇതായിട്ട് ആയോന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും അതൊക്കെ ഇപ്പൊ കാണുമ്പോണ്ടില്ല, ഒരു തരത്തിലുള്ള ലാഗ് എനിക്ക് ആ പടത്തിന് ഫീൽ ചെയ്തില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4K അറ്റ്മോസിലാണ് പടം വന്നത്. അറ്റ്മോസ് ഓക്കെ, പക്ഷെ 4K എന്ന് പറഞ്ഞാലേ ചെറിയ ചെറിയ ഇടയ്ക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളില് സ്ക്രീൻ ബ്ലറാവുന്നുണ്ട്. ആ ഒരു ഇത് എനിക്ക് തോന്നി. പക്ഷെ അതൊന്നും നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുന്നതിന് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പിന്നെ സൗണ്ട്, അറ്റ്മോസ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ് തന്നെയാണെന്ന് പറയില്ല, ഞാൻ കണ്ടത് അറ്റ്മോസ് തിയേറ്ററിലാണ്. അവിടുത്തെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടതാണ്. അതായത് ലാസ്റ്റ് ഈ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോ ഒരു വാസ്കോഡിഗാമ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ആ പാട്ടിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ്, അത് സൗണ്ട് കിടിലെന്ന് പറഞ്ഞ കിടിലെ. പിന്നെ ഇത്രയൊക്കെ തന്നെ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ആ പടം കണ്ട ഒരാൾ പോലും ഒരു മടുപ്പ് തോന്നിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പോഴും ആ പടം പിന്നെ എന്നിട്ട് പറയണേ റിപ്പീറ്റ് വാല്യൂ അതാണ് ആ പടത്തിന്റെ. ഇപ്പൊ റിലീസ് ചെയ്ത പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയം നേടാൻ പോണ പടം ഈ രാജമണിക്കം തന്നെയാണ്, ഉറപ്പാണ് ആ കാര്യം. പിന്നെ രാജമണിക്കം കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബി ഒന്നുകൊണ്ട് റിലീസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് വരുമായിരിക്കും എന്തായാലും. ഇനിയിപ്പോ ബിലാൽ ഇറങ്ങണേക്കാളും മുമ്പായാലും ബിഗ് ബി വരുമായിരിക്കും. എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കാണും. അപ്പൊ ഇത് ചോട്ടാ മുംബൈ കാണാതിരിക്കുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോട്ടാ മുംബൈ പടത്തിന് ടിക്കറ്റ് എടുത്തോ, കയറി കണ്ടോ. കൊടുത്ത പൈസ മുതലാവുന്ന മാത്രമല്ല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ഇത് തോന്നും. കാരണം ആ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഗംഭീരാണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല, ഇതെല്ലാം തന്നെ ഉള്ളൂ. അതായത് എല്ലാവരുടെയും ക്യാരക്ടർ, അതായത് ഈ പടത്തിലെ ഏറ്റവും കൂടുതൽ രസം തോന്നിയെന്ന് പറഞ്ഞാൽ മുള്ളൻ ചന്ദ്രപ്പനും മറ്റേ അവരുടെ ഗ്യാങ് ആണ്. അതായത് മോഹൻലാലിന്റെ ഗ്യാങ് തന്നെയാണ് മുള്ളൻ ചന്ദ്രപ്പൻ, അതേപോലെ തന്നെ പടക്കം ബഷീർ, പിന്നെ സൈൻ, മറ്റേ മണിക്കുട്ടൻ ചെയ്തത്, പിന്നെ അതേപോലെ തന്നെ ബിജുക്കുട്ടൻ, പിന്നെ ഭീമൻ രഘു, പിന്നെ പിന്നെ അതേപോലെ തന്നെ കലാഭവമണി, വിനായകൻ, എല്ലാവരും ഗംഭീരമാണ്. വിനായകനൊക്കെ ആദ്യ കാലത്തെ പടമാണ്, പക്ഷെ അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. എന്തായാലും പടം മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. റീ റിലീസിൽ മസ്റ്റ് വാച്ച് പടം എന്ന് പറഞ്ഞാൽ ചോട്ടാ മുംബൈ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം, കാണാം. ശരി, ഇത്രയുള്ളൂ. ഇതിനെ റിവ്യൂസ് ഒന്നും ഞാൻ പറയുള്ളൂ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്.